ടുഡേ ഇസ് ദ ലാസ്റ്റ് ഡേ ഓഫ് മൈ മൈസൂർ. ഇന്നലെ ഞാൻ പരിചയപ്പെട്ട ഫ്രണ്ടിന്റെ റൂമിലാണ് ഞാൻ സ്റ്റേ ചെയ്തത്. ഇവന്റെ ഫ്രണ്ട്സ് ഒക്കെ അടിപൊളി വൈബ്. ഇവരൊക്കെ കൂർക്കിന്ന് ദസറ കാണാൻ വേണ്ടിട്ട് വന്നു. അങ്ങനെ രാവിലെ എല്ലാത്തിനും വിളിച്ചെണ്ണിപ്പിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഇവിടുത്തെ പിള്ളേർ രാവിലെ എണീച്ച് പഠിക്കാൻ കാണിക്കുന്ന മനസ്സ് കണ്ടില്ല, അത് റോഡിൽ ഇരുന്ന് പഠിക്കുന്നു. എന്താണല്ലേ, ഞങ്ങളൊരു 2 കിലോമീറ്ററോളം നടന്നു, എന്നിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ഒരു കട പോലും ഞങ്ങൾ കണ്ടില്ല. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ചെങ്ങായിക്ക് ഒരു പുതിയ ഈ ഫ്രെയിമിൽ ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ ഒരു വീഡിയോ തന്നെ എടുത്തെടുത്ത് അവന്റെ ചിരി കണ്ടില്ല. ഈ കാണുന്ന വണ്ടിയുടെ പേരാണ് ഹമാര ബജാജ്. ഇന്ന് ദസറയുടെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ റോഡ് ഷോ ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഞാൻ കണ്ടത് റെയിൻ ഷോ, കാരണം ഇവിടെ നൈസായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ എടുക്കുന്ന തിരക്കും. റോഡ് ഷോ ഉള്ളത് കൊണ്ട് തന്നെ പോലീസ് ഇവിടുത്തെ എല്ലാ ഏരിയകളും പൂട്ടിക്കളഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ റോഡ് ഷോ കാണാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് മൈസൂർ ട്രിപ്പ് ഒരു വമ്പൻ നഷ്ടമായി പോയി. പിന്നെ ഈ കാണുന്ന ഏതോ ഒരു മാളാണ്. ഈ മാളിന്റെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമന്റ്. എനിക്ക് ട്രിപ്പ് വന്നിട്ട് ആ കിട്ടിയ നേട്ടമാണ് ഈ കാണുന്നത്. കുറച്ച് ഫ്രണ്ട്സിനെയും കിട്ടി, നല്ല ഫുഡും കിട്ടി. യുവമാര് കാരണം ഞാൻ ഒറ്റയ്ക്കായി ട്രിപ്പ് വന്നത് എനിക്കൊരു തോന്നലുണ്ടായിട്ടില്ല. അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോണ വഴിക്ക് ഞാൻ ആകാശത്ത് ഒരു കടുവനെ കണ്ടു. സംഭവം എന്താന്ന് വെച്ചാൽ ഇതാണ് ഡ്രോൺ ഷോ. സത്യം പറഞ്ഞാൽ ഇവരെന്തോ 30,000 ഡ്രോൺ വെച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ട്. പൊന്നു മോനെ, സെറ്റ് പരിപാടിയായിരുന്നു. ആദ്യം കടുവ വന്നു, പിന്നെ ആന വന്നു, പിന്നെ കുറെ ദൈവങ്ങൾ വന്നു. നിങ്ങളിത് കണ്ടു നോക്ക്. അധിക നേരം ഒന്നും ഡ്രോൺ ഷോയുടെ പരിപാടിയില്ലായിരുന്നു. എന്നാലും പക്ഷേ ഒരു 25 മിനിറ്റ്സോളം പരിപാടി ഉണ്ടായിരുന്നു. അതും കണ്ട് ബസ് കയറാൻ വേണ്ടി ഞാൻ ഒരു 6 കിലോമീറ്റർ നടന്നു. നടക്കുന്ന വഴി ഞാൻ കണ്ട കാഴ്ചയാണ് ഇതൊക്കെ. ലാസ്റ്റ് ഞാൻ മ്യൂസിയത്തിന്റെ ഫ്രണ്ട് വന്നു. ഇവിടെ ആണെങ്കിൽ ഫുള്ള് ക്രൗഡാണ്. അങ്ങനെ ഈ വർഷത്തെ ദസറ പരിപാടി ഇവിടെ അവസാനിച്ചു. എന്റെ ലൈഫിൽ ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ദസറ. അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി ഞാൻ കോഴിക്കോടുള്ള ബസ് കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കയറി ബസ്സിന്റെ വൈബേ മാറിപ്പോയി. ഒരു സൈഡിൽ നിന്ന് പാട്ടും ഒരു സൈഡിൽ നിന്ന് കൊട്ടുമൊക്കെ ആയിട്ട് നമ്മൾ താളം പിടിച്ചാണ് പോയത്. ചില സമയത്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് നമുക്ക് വേറെ തരം ഹാപ്പിനെസ്. സോ ഞാനിപ്പോ അങ്ങനെ ഒരു ഹാപ്പിനെസ്സിലാണ്. അപ്പൊ ശരി.